ഖുർആനിലെ 3 ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലൂടെ പെടുത്തി തരികയാണ്. ഒന്ന് സൂറത്ത് ബഖറ 186 ആയത്താണ്. ഈ 3 ആയത്തുകളെ എഴുതി വെക്കണേ, ഈ ആയത്തുകളെ നോട്ട് ചെയ്യണേ. സമസ്ത പരിഭാഷകളിൽ ഈ ആയത്തിന് എന്തർത്ഥം കൊടുക്കണു എന്ന് നിങ്ങൾ നോക്കണേ. സൂറത്ത് ബഖറയിലൂടെ അല്ലാഹ് പറയാണ്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും എൻ്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണേ നബിയേ, ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു വളരെ അടുത്തുണ്ട്. ചോദിച്ചോ, അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്. നമ്മുടെ നാട്ടിലെ വിശ്വാസമാണ് ശരിയെങ്കിൽ അല്ലാഹ് എന്താ പറയേണ്ടത്? റസൂലേ, എന്നെ കുറിച്ച് എന്റെ അടിമ താങ്കളോട് പറയണം. അല്ലാഹ് എന്ന് പറഞ്ഞ വലിയൊരു പ്രതിഭാസമാണ്. നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമ്പിയ ഔലിയാക്കള് അതുപോലെ സ്വാലിഹീങ്ങളെ മീഡിയേറ്റർമാരായി കൊണ്ടുവന്നിട്ട് വേണം അങ്ങനല്ലേ പറയണ്ടേ. പക്ഷെ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹ്. അടുത്ത ആയത്ത് സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് ഇതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിക്ക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. 3-ാമത്തെ ആയത്ത് 50-ാമത്തെയും സൂറത്ത് ഖാഫ് 16-ാമത്തെ ആയത്ത് അല്ലാഹ് പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലെ എനിക്കറിയാം. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാ. മനുഷ്യരെ, നിങ്ങളുടെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്. അല്ലാഹ് വളരെ അടുത്തുണ്ടെന്ന് ചോദിച്ചോ, അല്ലാഹു തആല ഉത്തരം നൽകാൻ. ഈ 3 ആയത്ത് മുന്നിൽ വെച്ച് നിങ്ങൾ പറ, ഇനി അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഖുർആൻ പറഞ്ഞ മുഴുവൻ പ്രാർത്ഥനകൾ എടുത്തു നോക്കേ. അല്ലാഹുവോടല്ലാതെ കാണൂല, അല്ലാഹുവിനോടല്ലാതെ കാണില്ല. ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ബറക്കത്ത് കൊണ്ടോ കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഒറ്റപ്പാലത്തിന്റെ മണ്ണിലെ വേദി കെട്ടിയിട്ട് വെറുതെ പറഞ്ഞതാണോ? സ്വീകാര്യന്മാരായ ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കാ, അവരുടെ കയ്യിൽ നിങ്ങൾ ഖുർആൻ കൊടുത്തോ? ഒരു പേജ് കൊടുത്തോ? പേന കൊടുത്തോ? എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, ഈ ഖുർആനിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ബറക്കത്തോണ്ടോ കൊടുത്ത കഴിവുണ്ടോ ഒരു പ്രാർത്ഥനയുണ്ടോ? ഖിയാമത്ത് നാൾ വരെ കാണിച്ചു തരാൻ കഴിയില്ല.